ഇന്ന് ഒരു 15 സെന്റ് സ്ഥലത്തിൽ ഒരു 2100 സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചിൽ ഹോംസ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് പാലാ തൊടുപുഴ റോഡിലാണ്. പാലാ ടൗണിൽ നിന്നും ഏകദേശം 3-3.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി 85 ലക്ഷം രൂപ ചോദിക്കുന്ന നല്ലൊരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 15 സെന്റ് സ്ഥലത്തിൽ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങൾ ഇതാ കാണാം മീനച്ചിൽ ഹോംസ് വഴി. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാറി പാലാ തൊടുപുഴ റൂട്ടിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ്. ഇവിടെ പഞ്ചായത്ത് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്നും ഏകദേശം 400 മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ ഈ പഞ്ചായത്ത് റോഡരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. പഞ്ചായത്ത് റോഡരികിൽ 15 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് നമ്മൾ കാണാൻ വന്നത്. അപ്പോൾ ഇവിടെ നല്ല വിശാലമായൊരു മുറ്റം, എൻ്റെ വണ്ടി മുറ്റത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനിയൊരു 10 വണ്ടിയോ 15 വണ്ടിയും കൂടെ കയറ്റിയിടാനുള്ള മുറ്റമുണ്ട്. അത്രയും വലിയൊരു മുറ്റം പഞ്ചായത്ത് റോഡരികിൽ തന്നെ ആ മുറ്റത്ത് നിൽക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ട് സമീപത്ത് കാണുന്ന വീട് ഇവർ നേരത്തെ പണിത് കൊടുത്ത വീടാണ്. അപ്പോൾ വാഹനം കയറി വരുന്ന ഭാഗത്ത് ഇന്റർലോക്ക് ഇട്ടുകൊണ്ടും അതുപോലെ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാവുന്ന രീതിയിൽ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണുവാനായിട്ട് പോവുകയാണ്. നല്ല ഒരു വിശാലമായൊരു ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ്. ഇതാണ് ഈ വീടിൻ്റെ കുഴൽക്കിണർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ചെറുതായിട്ട് ഷീറ്റ് ഇട്ട് ഒരു നമുക്ക് തുണിയൊക്കെ ഉണങ്ങാനിടാനൊക്കെ ആയിട്ട്, വാഷിംഗ് മെഷീൻ വെക്കാനും തുണിയിലൊക്കെ ഉണങ്ങാനിടാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരിക്കലും വീടുകൾ വരുന്നതല്ല. ഈ സൈഡിൽ ഒരു വീടുണ്ട്. ആ വീട് ഇപ്പം നിലവിൽ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നതുകൊണ്ട് അങ്ങോട്ട് പൊടി വരാതിരിക്കാൻ വേണ്ടി അവിടെ നെറ്റ് കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഫ്രണ്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് നോക്കാം വീടിൻ്റെ വ്യൂ എന്താണെന്നുള്ളത്. നമ്മുടെ മുറ്റത്തിൻ്റെ വ്യൂ കാണാം. നല്ല ഒരു വിശാലമായൊരു മുറ്റം. നമുക്കറിയാം ഇന്നിപ്പം നമ്മുടെ വീട്ടിലേക്ക് എത്ര പേര് വന്നാലും അവരെല്ലാം വാഹനങ്ങളിലാണ് വരിക. സ്വന്തമായിട്ട് ഇപ്പോൾ 5 പേര് വന്ന് 5 വണ്ടിയും കൊണ്ടാണ് വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 15 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഇതുപോലെ മുറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല മുറ്റമുണ്ട്. ഇതാണ് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാഴ്ചയ്ക്കുള്ള വ്യൂവിന് വേണ്ടി മുറ്റത്തെ സിറ്റ് ഔട്ടിനോട് സമീപത്താണ് ഇട്ടിരിക്കുക. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കാണാം. സ്റ്റെപ്പ് അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറി ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ജനലൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുക. ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്വീകരണ മുറിയാണ് കാണുന്നത്. എന്ത് വലിപ്പമുള്ള സ്വീകരണ മുറിയാണെന്ന് നോക്കിക്കോളൂ. 2100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ നമുക്ക് സ്വീകരണ മുറിയൊക്കെ നല്ല വലിപ്പത്തിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു ഹൈലൈറ്റ്. ഇതൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ വർക്കാണ്. അവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ സൈഡിലെ ബെഡ്റൂമുകളാണ്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 4x2 ടൈലാണ് ബെഡ്റൂമുകളിൽ ഇട്ടിരിക്കുക. ബെഡ്റൂമിൽ AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇത് ജനൽപ്പാളികളൊക്കെ ന്യായമായി നല്ല രീതിയിൽ ജനൽപ്പാളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് കളർ തോന്നിക്കുന്ന ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയുടെ സമീപത്താണ്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടുള്ള കബോർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ കൊടുത്തിരിക്കുക. ടോയ്ലറ്റിൻ്റെ ഷവർ ഏരിയ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് ആവട്ടെ പ്ലംബിംഗ് ആവട്ടെ എല്ലാം ബ്രാൻഡഡ് ആണ്. ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്.
ഹോളിന് നല്ല വലിപ്പമുണ്ട്. ഇതാണ് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ, ഒരു നല്ലൊരു പാർട്ടീഷൻ കാണാം. അവിടെ ഒരു രൂപക്കോഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. തടി കൊണ്ടുള്ളതാണ് ഡോറുകളെല്ലാം ചെയ്തിരിക്കുക. 4x2 ടൈലാണ്. അതായത് ഹോളിലും ഡൈനിങ്ങിലും ബെഡ്റൂമുകളിലെല്ലാം ഒരേ മോഡൽ ടൈലാണ് 4x2 ഇട്ടിരിക്കുക. ഈ വീടിന് സ്ഥലത്തിനോട് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 85 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. പൈപ്പുകളെല്ലാം ജാഗ്വാറാണ് ചെയ്തിരിക്കുക. നമുക്ക് ഹൈവേയിലേക്ക് ഇറങ്ങാൻ ഏകദേശം 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടുമായിട്ടുള്ളത്. നടന്നു പോയി ബസ്സിൽ കയറി ജോലിക്ക് പോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഇവിടെ. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഇവിടെ നിന്നൊരു 3, 4, 5 കിലോമീറ്റർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തും വെള്ളപ്പൊക്ക ഭീഷണികളില്ല. അത്രയ്ക്കും വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്ത ഒരു മേഖലയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡരികാണ്. നമ്മളിപ്പോൾ ലോണോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വഴിയുടെ കാര്യങ്ങളൊക്കെ ബാങ്കുകാർ ചോദിക്കുമ്പോൾ പഞ്ചായത്ത് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ വഴിയെപ്പറ്റി ബാങ്ക് അഡ്വക്കേറ്റിനെ ചോദിക്കേണ്ടതായി വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഡൈനിങ് ഹാളിലാണ് കയറിയത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. മൂന്നാമത്തെ ബെഡ്റൂമാണിത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ ഇപ്പം മൂന്നാമത്തെ ബെഡ്റൂമിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഹൈവേയിൽ നിന്നുള്ള ദൂരമാണ് പറഞ്ഞത്. പാലാ ടൗണുമായിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. 15 സെൻറ്റ് സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ അതുപോലെ തന്നെ 15 സെൻറ്റ് സ്ഥലമാണ്. നല്ല സൗകര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അടുക്കളത്തോട്ടം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാവോ തെങ്ങൊക്കെ നടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും മുറ്റമൊക്കെ ഉണ്ട്. മുറ്റം ഇപ്പം വിശാലമായിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഹോളിൻ്റെയും ഡൈനിങ്ങിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിക്കോളൂ. ഇതാണ് ഒരു എന്താ പറയുക, വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുക. ഇത് 4ാമത്തെ ബെഡ്റൂം. ഈ അടുത്ത ഏരിയ മുഴുവൻ വീടുകളാണ്. ഈ വീടിനോട് ചേർന്ന് ഒരു വീട് തൊട്ടടുത്ത് തന്നെ ഉള്ളൂ. പിന്നെ എന്നാലും ഈ പോകുന്ന വഴി കടന്നു പോയി കഴിയുമ്പോഴും ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ വീടുകൾ തന്നെയാണ്. എല്ലാം നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട്. റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്താണുള്ളത്. അതുപോലെ തന്നെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കൊക്കെ പോകാൻ നമുക്ക് തൊടുപുഴ വഴിയൊക്കെ പോകാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ രാമപുരം വഴിയൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. ഏതായാലും നമ്മൾ അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഏകദേശം 1 കിലോമീറ്റർ, അമ്പലത്തിലേക്ക് പോകുവാനും ഏകദേശം 1 കിലോമീറ്റർ. കടകളിലേക്ക് ഇറങ്ങുവാനായിട്ട് ഈ മെയിൻ റോഡിൻ്റെ ദൂരം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കടകളിലേക്കുള്ള ദൂരം. അങ്ങനെ 4 ബെഡ്റൂമിൻ്റെയും ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കാണാൻ പോകുന്നത്. നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓപ്പൺ കിച്ചൺ, അതുപോലെ തന്നെ വാഷ് ഏരിയ. ഇത് നല്ല ഭംഗിയാണ് ഈ വാഷ് ഏരിയയും ഓപ്പൺ കിച്ചണും കാണുവാനായിട്ട്. ഈ ഓപ്പൺ കിച്ചൻ്റെ ഫ്രണ്ടിൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇതൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചണാണ്. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ, നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അലങ്കൃതമായ നല്ലൊരു കിച്ചണാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് കിച്ചൻ്റെ കബോർഡുകൾ. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള സ്പേസാണ്. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങാം. വർക്ക് ഏരിയയും തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാൽ അലങ്കൃതമാണ്. നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്. ഇത് പുറത്തോട്ട് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. നമ്മൾ പുറത്തെ സൈഡ് കണ്ടതുകൊണ്ട് ഡോറ് തുറന്ന് ഇറങ്ങുന്നില്ല.
അപ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു വീട്, ഇതുപോലെയുള്ള വീടുകൾ കാണുവാനായിട്ട് മീനച്ചിൽ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീടുകളുമായിട്ട് മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വീടുകൾ, നല്ല നല്ല വീഡിയോകൾ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയത് മീനച്ചിൽ ഹോംസാണ്. ഇന്നും മീനച്ചിൽ ഹോംസിൻ്റെ ഈ പ്രയാണം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മീനച്ചിൽ ഹോംസിനെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും മീനച്ചിൽ ഹോംസിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയൊക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും മീനച്ചിൽ ഹോംസ് വഴി നല്ലൊരു വീട് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോസുമായി എന്നും എത്തുമ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം, സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.